രുദ്ര, സുഖമല്ലേടാ നിനക്ക്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നടാ. അല്ലപ്പോൾ ആഗസ്റ്റ്, നീ നിന്റെ അമേരിക്കയിലുള്ള ജോലിയൊക്കെ വിട്ടോ? ആടാ, മക്കളൊക്കെ ഇപ്പോൾ വലുതായില്ലേ, ഇനിയിപ്പോൾ അവൾക്കൊറ്റൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങ് വിടാമെന്ന്. ആ, അതേതായാലും നന്നായി ആഗസ്റ്റിനെ. അതെ അതെ, ഇനി ഇവിടെയൊക്കെ അങ്ങ് കൂടണം. അല്ല, നീ കല്യാണമൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇപ്പോഴും സാറ തന്നെയാണോ നിന്റെ മനസ്സിൽ? അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോടാ അവളെ. അന്ന് എല്ലാം സമ്മതിച്ചിരുന്നെങ്കിൽ. എടാ രുദ്ര, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാടാ ദേഷ്യം? നീ പറ്റുന്നതിൻ്റെ പരമാവധി എനിക്ക് വേണ്ടി അവൾക്ക് വേണ്ടി കുറേ ശ്രമിച്ചു, കുറേ സംസാരിച്ച് കാല് പിടിച്ചു. എല്ലാം ഞാൻ അറിഞ്ഞതല്ലേ. രുദ്ര, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ. അറിയാം. അല്ല, ഇപ്പോൾ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? അവളെ വേറെ കല്യാണം കഴിപ്പിക്കാനാണോ, അല്ലെങ്കിൽ? ഇനി അവൾ വേറെ കല്യാണം കഴിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലടാ. അവൾക്കിനി ആരും വിശ്വാസം ഉണ്ടാവില്ല. നിന്റെ അപ്പനാണെങ്കിലോ അവളെ പിടിച്ച് കെട്ടിക്കാൻ ചാൻസ് ഇല്ലേ? ഇല്ല, ഇനി അപ്പച്ചനും അമ്മച്ചിയും അവളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം അവളുടെ കാര്യം നോക്കുന്നത് ഞാനായിരിക്കും. അഗസ്റ്റിനെ, സഹതാപത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിത് ചോദിക്കുന്നത്. എനിക്ക് തരുമോ സാറേ? രുദ്ര, നീ എന്ത് ഭാവിച്ചാ? എടാ, എനിക്കവളുടെ പഴയ കാലമൊന്നും അറിയണ്ട. പക്ഷേ അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വേണം അവളെൻ്റെ പെണ്ണായിട്ട്. എന്നാ നീ അവളോട് നേരിട്ട് തന്നെ ചോദിക്കുക, അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഇപ്പോൾ തന്നെ നീ വണ്ടി എടുക്കാൻ, നമുക്ക് തറവാട്ടിലേക്ക് പോകാം. എടാ, അപ്പം മാർട്ടിൻ്റെ കാര്യം എന്ത് പറയാണ്ടെന്ന് പറഞ്ഞിട്ട്? നാറിയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ആദ്യം ഇത് കഴിയട്ടെ. ശരിയോടാ. അഗസ്റ്റിൻ മോനെ, നീ എന്താ ഈ സമയത്ത്? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. രുദ്ര, ആൻറ്റി. സുഖമല്ലേ നിനക്ക്? സുഖം. രാധിക, അവൾക്ക് സുഖമല്ലേ? ആ, സുഖം. സാറ് എന്തേ? അവള് മോളിലുണ്ട്. രുദ്രാവാ. അഗസ്റ്റ്. സാറാ. അഗസ്റ്റിച്ചൻ എന്താ ഈ സമയത്ത്? സാറാ. രുദ്ര, നിനക്ക് സുഖമാണോടി? എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? ഒരു വാക്ക് പറഞ്ഞിരുന്നില്ല, ഞാൻ ഇറങ്ങി വരില്ലായിരുന്നു കൂടെ. സോറി സാറ, പറ്റിപ്പോയി. പോട്ടെ, ഇനിയൊന്നും പറയണ്ട. സാറാ, നീ അറിയാൻ ഇനിയും കാര്യങ്ങളുണ്ട്. ആരിത്? രാധികയും രുദ്ര ഉണ്ടല്ലോ. ഇങ്ങ് വാ, കയറിയിരിക്കേ. എന്തേ അഗസ്റ്റിൻ? അവൻ മോളിലുണ്ട്. ഞാൻ വിളിച്ചിട്ട് വരട്ടെ ആൻറ്റി. പിന്നെന്താ, രുദ്രമ്മൻ പോയിട്ട് വാ. അല്ല, രാധിക എന്താ പതിവില്ലാതെ? അന്നക്ക് കാര്യങ്ങൾ അറിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ രുദ്രമോനും സാറക്കൊച്ചും തമ്മിൽ ഇഷ്ടത്തിലാണ്. നിനക്കറിയുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ കല്യാണം നടത്തി കൊടുക്കുന്നതിനെ പറ്റി അന്നക്കെന്താ അഭിപ്രായം? എനിക്കറിയാം, എന്നോട് അഗസ്റ്റിൻ സൂചിപ്പിച്ചിരുന്നു. ഈ മതത്തിൻ്റെ പ്രശ്നം
പണ്ട് മുതലേ ഉണ്ടല്ലോ. അത് എനിക്കില്ലെങ്കിലും എൻ്റെ കെട്ടിയോനുണ്ട്. മധുവൊക്കെ ആരാ നോക്കുന്നത് ഈ കാലത്ത്? അന്ന, നീ ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. അവൻ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ചിരിച്ച് കാണുന്നത്. രാധിക, ഞാൻ പറയുന്ന കൊണ്ടൊന്നും തോന്നരുത്. എന്തായാലും ഈ കല്യാണം നടക്കാൻ ചാൻസ് കുറവാണ്. അന്ന ഇപ്പം തന്നെ തീരുമാനം എടുക്കണ്ട, ആലോചിച്ചിട്ടെടുത്താൽ മതി. എന്താ ഇവിടെ? ജസ്റ്റിന് രാധിക വന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ സാറയുടെ കാര്യം? അത് നടക്കില്ല. അവളെ ഞാൻ മാർട്ടിന് വേണ്ടി ഉറപ്പിച്ചു വെച്ചതാ. ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തമ്മിൽ കല്യാണം കഴിപ്പിക്കണതിൽ നല്ലത് ഇഷ്ടമുള്ളവരുടെ കൂടെ കല്യാണം കഴിപ്പിക്കുന്നതല്ലേ. നമ്മളെന്തിനാ വെറുതെ ജാതി മതമൊക്കെ നോക്കുന്നത്? മിസ്സിസ് രഞ്ജിത്ത്, ഇത് നടക്കില്ല. റിയലി സോറി. രാധികയെ ഒന്നും തോന്നരുതേ, അങ്ങയുടെ സ്വഭാവം അറിയാമല്ലോ. ഇല്ല അന്ന, ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടിയല്ലേ, ഉറപ്പിച്ചു വെച്ച സ്ഥിതിക്ക് എനിക്കിവിടെ പറയാനുള്ള അവകാശമൊന്നുമില്ല. ഞാൻ എന്നാൽ പോവാം. അവനെ വിളിക്കുക, രുദ്രനെ. മോനെ രുദ്ര, ആ വാറങ്ങ് നീ. അഗസ്റ്റിൻ, ആ അമ്മ. നിന്നോട് ഇതൊന്നും ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ മെനക്കെട്ട് അവരിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പിന്നെ എത്ര കാലമെന്ന് വിചാരിച്ചിട്ടാ അവളവളുടെ ഇഷ്ടത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? അവൾക്കും കാണില്ല ആഗ്രഹങ്ങളൊക്കെ. എന്നിട്ട് ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ, അവളുടെ ആഗ്രഹം പൂർത്തിയായല്ലോ. ഇനി ഈ വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു ടോപ്പിക്ക് വേണ്ട. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. ഇനി ഞാനിതിൽ ഉത്തരം പറയാൻ വരത്തില്ല. പക്ഷെ എനിക്ക് അപ്പനോടൊന്ന് സംസാരിക്കണം. അഗസ്റ്റിൻ, നീ ഇതിപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് കൊണ്ടു നിർത്തുന്നത്. ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നീ ഇത് പറഞ്ഞ് അപ്പനെ ദേഷ്യം കെട്ടി വേറൊന്നും ചെയ്യിപ്പിക്കരുത്. ഇല്ലമ്മ, എൻ്റെ അനിയത്തിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കും. ഇനി ഞാനൊന്നും പറയുന്നില്ല അഗസ്റ്റിൻ, നിൻ്റെ ഇഷ്ടം. അപ്പാ, എന്നാ അഗസ്റ്റിൻ? ഞാൻ സാറയുടെ കാര്യം പറയാൻ വന്നതാ. സാറയുടെ എന്ത് കാര്യം? അവൾക്ക് രുദ്രന് ഇഷ്ടമാണ്. ആ കല്യാണം ഉറപ്പിച്ചൂടെ? പറ്റില്ല. അവർ വേറെ ജാതിയാ. കൊടക്കൽ തറവാട്ടിന് ഒരു അന്തസ്സുണ്ട്. അത് വിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല അഗസ്റ്റിൻ. അന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ അന്തസ്സം പിടിച്ചിരിക്കുക. ലാസ്റ്റ് എല്ലാം വരുമ്പോൾ ഒറ്റക്കങ്ങ് ഫേസ് ചെയ്തോളണം. എൻ്റെ മോളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. അവളുടെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ കളിക്കുന്നതിൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ചാൽ ഇതിനെ നിങ്ങൾ ഒരു ദിവസം അനുഭവിച്ചോളൂ. അനുഭവിക്കുമ്പോഴല്ലേ, അതപ്പോൾ ഞാൻ നോക്കോളാം. ശരി. ആ അഗസ്റ്റിൻ, എന്താ അമ്മ? സിമി എന്തിയെ? ആ, അവൾ കിടക്കുക. എന്താ? മാർട്ടിനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. എന്നോട് പറയണ്ട. അവളുടെ ചേട്ടനെന്നുള്ള നിലക്ക് നീ ഇതറിഞ്ഞിരിക്കണ്ടേ? ചേട്ടൻ എന്ന നിലക്ക് ഞാൻ പറയുക, എനിക്ക് കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല. അവൾ ആഗ്രഹിച്ച ആളുടെ കൂടെ അവൾ ജീവിക്കണം. പക്ഷെ നിങ്ങളതിനെ സമ്മതിച്ചില്ലല്ലോ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ കല്യാണത്തിന് എതിർപ്പാണ്. ഞാൻ ഈ കല്യാണത്തിന് ഉണ്ടാവില്ല. അഗസ്റ്റിൻ, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നെക്സ്റ്റ് വീക്ക് അമേരിക്കയിലേക്ക് പോകും. പിന്നെ ഇപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സിമിയും കൊച്ചോ? അവരിവിടെ നിന്നോളും. ഞാൻ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഒറ്റക്ക് നിൽക്കണ്ടെന്ന് പറ. സാറ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ അവിടെ ഉള്ളൂ. വേണ്ട, അവരിവിടെ നിന്നോളും. ഇവിടെ ഒറ്റക്കോ? ഒറ്റക്കല്ല, ഇവിടെ സെർവൻസ് ഉണ്ട്. അഗസ്റ്റിൻ, ആരോടാ നിൻ്റെ ഈ വാശി? അമ്മ, എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഒന്ന് പോയി തരുമോ? നീ തന്നെ എല്ലാം വരത്തി വെക്കുന്ന അഗസ്റ്റിൻ. ഞാനിനിയൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെയല്ലേ ഇതിനെ തുടക്കട്ടെ. ആ അമ്മ ഇതെപ്പോൾ വന്നു? ആ സിമി മോളെ, നമ്മുടെ സാറുടെ കല്യാണം തീരുമാനിച്ചു കേട്ടോ. ആ മാർട്ടിനായിട്ടോ? അവൻ തന്നെ. എന്നാ കല്യാണം? അടുത്ത മാസം. ഓ, അല്ല സാറേ എന്തേ? അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി.
അമ്മ ഇവിടെ ഇരിക്കാൻ ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ, ഇനി കുറച്ച് വീട്ടിൽ കല്യാണം വിളിക്കാൻ പോകാനുണ്ട്. അയ്യോ, അപ്പം അമ്മ ഇപ്പം തന്നെ ഇറങ്ങുവാണോ? ആ, ഇനിയും കുറച്ച് വീട്ടിൽ കൂടി പോകാനുണ്ട് മോളെ, പിന്നെ വരാം. ശരി, അമ്മ വീട്ടിലെത്തിയിട്ട് തന്നെ വിളിക്കാം. ആ മോളെ, ഇറങ്ങുക. രുദ്ര, ആ അഗസ്റ്റൻ, നീ അറിഞ്ഞു അവിടെ കല്യാണം ഉറപ്പിച്ചു? അറിഞ്ഞടാ. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ലടാ. ഞാൻ അമേരിക്കക്ക് പോവാ. ആ, നീ എന്താടൊന്നും പറയാത്ത? ഞാനെന്ത് പറയാനോ? എനിക്കൊന്നും പറയാനില്ലടാ. രുദ്ര, അഗസ്റ്റനെ ഞാൻ പിന്നെ വിളിക്കാം. അന്ന് തന്നെ ഇവൻ ബാംഗ്ലൂർക്കും 2 മാസം കഴിഞ്ഞ് ഞാൻ അമേരിക്കയ്ക്കും പോയി. ഇവനോട് 100 പ്രാവശ്യം പറഞ്ഞതാ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകും, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന്. അന്ന് ഇവനൊന്നും സമ്മതിച്ചില്ല. എന്നാലും ഇത്രയൊക്കെ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെക്കണ്ടായിരുന്നു. മറച്ചു വെക്കാൻ കാരണം നിൻ്റെ അപ്പനാ. ഇനി എങ്ങാലും എന്തെങ്കിലും അറിഞ്ഞ് ഇവനെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞേ ഒന്നാളെ അറിയിക്കണ്ടെന്ന്. എന്നാലും ഇത്രയും നിങ്ങൾ എൻ്റെ ഇതിൽ നിന്ന് മറച്ചു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. ഇനി വരുന്നത് നമുക്ക് തിരുത്താം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. രുദ്രന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. നീ അത് കേട്ടിട്ട് നല്ലൊരു മറുപടി കൊടുക്കാം. ശരി അച്ഛാ. സാറ, സഹതാപത്തിൻ്റെ പുറത്തൊന്നും അല്ലടി ചോദിക്കുന്നത്. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് എൻ്റെ പെണ്ണായിട്ട് ഇനി മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? രുദ്രേട്ടാ, നിങ്ങളിത് എന്ത് ഭാവിച്ച? ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ലടി. എനിക്ക് നിന്നെ എൻ്റെ മാത്രമാക്കി ഒരു യുഗം മുഴുവൻ ജീവിക്കണം. ഞാൻ രുദ്രേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി കുഞ്ഞും ഞാനും ഭാവിയിലൊരു ബാധ്യതയായാലോ? എന്തൊക്കെയാടി പറയുന്നത്? നമ്മുടെ കുഞ്ഞും നീയും എനിക്ക് ബാധ്യതയാവാനോ? രുദ്രേട്ടാ, ഇനി എനിക്ക് നിങ്ങളുടെ മാത്രമായിട്ട് ജീവിക്കണം. ഞാനും കുഞ്ഞും നിങ്ങളും മാത്രം ജീവിക്കും. ഇനി അപ്പൻ സമ്മതിച്ചില്ലെങ്കിലോ രുദ്രേട്ടാ? നോക്ക് സാറ, ഇനി എനിക്ക് നിന്നെ ഒന്നിൻ്റെ പേരിൽ നിന്നെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. നീ എൻ്റെയാ. അതിൻ്റെ അപ്പം വന്നാലും ശരി. രുദ്രേട്ടാ, ഇനി ഒന്നിനും എന്നെ വിട്ടുകൊടുക്കല രുദ്രേട്ടാ. ഇല്ല സാറ, ഒന്നിനു വേണ്ടി ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. സാറ, വെറുതെ മൂടുകളയല്ലേ. കുഞ്ഞിനെ ശരിയാവില്ല. നല്ല ഓക്കെ ആയിട്ടിരിക്കേണ്ട കൊച്ച്. രുദ്രേട്ടൻ പോവാണോ? പോകുക. സമയം ഒരുപാടായില്ലേ. പോയിട്ട് വാ. രുദ്ര, അവിടെ നിൽക്ക്. അങ്കിൾ, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കുറേ നാള് അതിൻ്റെ പേരിൽ ഞാൻ വെന്ത് നീറ് ജീവിച്ചു. ഇനി എനിക്ക് മടുത്തു. അങ്കിൾ, ഞാൻ തന്നെയാടാ. നിനക്ക് പോകുമ്പോൾ സാറേ കൂടി കൊണ്ടുപോക്കൂടെ? കൊണ്ടുപോവാം. ഇപ്പോൾ അല്ല, ഞാൻ വരും. ശരി, പോയിട്ട് വാ. അഗസ്റ്റിൻ, മാർട്ടിനെ വെറുതെ വിടണ്ട, തീർത്തേക്ക്. ബാക്കി ഞാൻ നോക്കോളാം. പിന്നെ ഇത് വെച്ചോ. പോയിട്ട് വരാം. രുദ്ര, എന്താ പ്ലാൻ? ഈ സമയത്ത് അവൻ എവിടെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്? പബ്ബിൽ. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവൻ പബ്ബിലായിരിക്കും. എന്ന് നമുക്ക് അവിടെ പോയി പൊക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ മാൻ. നീയൊക്കെ ആരാടാ? നിനക്കൊക്കെ എന്താ വേണ്ട? നീയൊക്കെ എന്നെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാ? മിസ്റ്റർ മാർട്ടിൻ ലീ ആൽബർട്ട്, ഞാൻ രുദ്ര വിശ്വനാഥ്. നീയൊക്കെ ആരാണെങ്കിലും എനിക്കെന്നാ? നീയൊക്കെ എന്തിനാ എന്നെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടേക്കുന്നതെന്ന് പറയും. മിസ്റ്റർ മാർട്ടിൻ ലീ ആൽബർട്ട്, നിനക്ക് എന്നെ അറിയാൻ പറ്റുണ്ടാവില്ല, പക്ഷേ സാറ, അവളെ നിനക്ക് നന്നായി അറിയാം. ഓ, അപ്പോൾ അവളാണ് കാര്യം.
അതെ, അവൾ തന്നെയാണ് കാര്യം. എന്തിനായിരുന്നടാ? എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ എന്നോട് ചോദിക്കാൻ? നീ ആരാണ് മിസ്റ്റർ രുദ്രൻ? ആ Come and get me close. You are my light. Don't fade away. ശരി, അവനോട് പറയണ്ട. പക്ഷേ സാറയുടെ ചേട്ടനായ എന്നോട് നിനക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ മാർട്ടിൻ? ഓ അഗസ്റ്റിൻ, സോ യു ഗൈസ് പ്ലാൻഡ് ഇറ്റ് റൈറ്റ്? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ നിന്റെ കമ്പനി ഡീറ്റെയിൽസ് മൊത്തം ഞാൻ എടുത്തത്. 4000 ഡ്രഗ് ഡീലിങ്സ് ആണ് നീ ഒരു ഇയർ ചെയ്തേക്കുന്നത്, അതും US ബേസ്ഡ് കമ്പനീസായിട്ട്. സോ മിസ്റ്റർ മാർട്ടിൻ കുറേ അധ്വാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് ദ തിങ് ഈസ്, നിനക്ക് വേണ്ടിയിരുന്നത് സാറേ ആയിരുന്നില്ല, കമ്പനിയായിരുന്നു. നിനക്ക് വേണ്ടത് കമ്പനിയെയും അതിൻ്റെ മറവിൽ സേഫായിട്ടിരുന്ന് കളിക്കാൻ പറ്റിയ ഒരു കസേരയായിരുന്നില്ലേ? അതിനായിരുന്നില്ലേ അവളെ നീ കല്യാണം കഴിച്ചത്? നീ എല്ലാ സത്യവും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല അഗസ്റ്റിൻ. അതെ, എനിക്ക് വേണ്ടിയിരുന്നത് സേഫായിട്ട് കളിക്കാൻ പറ്റിയ ഒരു കസേരയായിരുന്നു. അത് തന്നെയാണ് ഒരു ഭർത്താവ് പദവി, അതും നിന്റെ പെങ്ങളുടെ. കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ്മാൻ്റെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ ആ കെട്ടുകളങ്ങ് അഴിയും. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും വിത്തൗട്ട് ടാക്സ് സാധനം ഇറക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട് അഗസ്റ്റിൻ, നിന്റെ അപ്പനെ പറ്റിക്കാൻ ഇത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വെറുതെ ഒരു ഡീൽ ഉണ്ടാക്കി ഞാൻ നിന്റെ അപ്പനെ കൊണ്ട് അതിലങ്ങ് സൈൻ ചെയ്യിപ്പിച്ചു. ആൻഡ് വി ബിക്കേം ബെസ്റ്റ് പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന എന്നോട് അയാൾക്കൊരു കൗതുകം തോന്നി. അതിൽ പിടിച്ച് ഞാൻ കയറി. അങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് നിന്റെ അനിയത്തിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. പിന്നെ നിന്റെ അനിയത്തിയോട് എനിക്കുണ്ടായത് പ്രണയമൊന്നും ആയിരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ലിസ്റ്റ്. യു നോ സംതിങ് അഗസ്റ്റിൻ, ഞാൻ അവളെ യൂസ് ചെയ്യാവുന്ന എക്സ്ട്രീം അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത എക്സ്ട്രീം ഞാൻ പോയിട്ടുമുണ്ട്. ഷീ ജസ്റ്റ് സഫേർഡ് എ ലോട്ട് വിത്ത് മീ, യു നോ. മാർട്ടിനെ, ഇനി എൻ്റെ പെണ്ണിനെ കുറിച്ച് നീ വല്ല തോന്നി മാസം വിളിച്ച് പറഞ്ഞോ? രുദ്രാട്ടങ്ങ്. ഓ, അപ്പം നീയായിരുന്നല്ലേ അവള് പറഞ്ഞ കാമുകൻ? അവള് പറയാ നിനക്ക് മാത്രമേ അവളെ തൊടാനുള്ള അവകാശമുള്ളെന്ന്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ചിന്തി ഞാൻ അവളെ. എടാ നാറി. രുദ്ര, അവനെ വേഗം കൊല്ലാനല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. വേദനിപ്പിച്ച്, അവൾ വേദനിച്ചതിൻ്റെ 10 ഇരട്ടി വേദനിപ്പിച്ച് കൊല്ലാനാ. നീ ഒന്നടങ്ങ്. അഗസ്റ്റിനെ, എനിക്ക് ഈ മൈരം പറയുന്ന കേട്ടിക്കാൻ പറ്റത്തില്ല. അവൻ പറയുന്നത് എൻ്റെ പെണ്ണിനെ പറ്റിയോ. രുദ്ര, ഇത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. നിനക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും അവനെ വിധിക്കാം. നിന്റെ പെണ്ണിനെ ചെയ്തതിന് നീ തന്നെ പ്രതികാരം ചെയ്യും. ഒരുപക്ഷെ എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യൻ നീ തന്നെയാ. അഗസ്റ്റിൻ, ഞാനങ്ങനെ ഇവനെ വേഗം കൊല്ലുന്നു നീ പ്രതീക്ഷിക്കണ്ട. വേദനിച്ച് വേദനിച്ച് മാത്രം ഇവൻ ചത്താൽ മതി. നിന്റെ ഇഷ്ടം നടക്കട്ടെ, ഞാൻ പുറത്ത് കാണും. ആൻഡ് ഇതിരിക്കട്ടെ മാർട്ടിൻ, എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റാണ്. മാർട്ടിൻ, ഇനി നീ ഇങ്ങോട്ട് നോക്ക, എൻ്റെ മുഖത്തേക്ക്. ഇത് കണ്ടോ എൻ്റെ കയ്യിൽ എന്തുള്ളതെന്ന്? ദിസ് ഈസ് ദ ഡ്രഗ് കോൾ മിത്തോഫൈലൈൻ. ഇത് ഞാൻ നിൻ്റെ ബോഡിയിൽ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നീ നന്നായി വേർക്കും. അത് കഴിഞ്ഞ് നിനക്ക് കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. നിൻ്റെ കൈയൊക്കെ അങ്ങ് തളരും. അത് കഴിഞ്ഞ് നിനക്ക് നല്ല തലവേദന എടുക്കും. പിന്നെ നിൻ്റെ മൂക്കിൽ കൂടി ബ്ലഡ് വരും. ആൻഡ് നിൻ്റെ ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ പമ്പിങ് അങ്ങ് നിൽക്കും. പിന്നെ നിനക്ക് കിട്ടാൻ പോകുന്നത് ദ ബ്യൂട്ടിഫുൾ പീസ്ഫുൾ ഡെത്ത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നിൻ്റെ ബ്രെയിൻ അങ്ങ് ഡെഡാവും. ബാക്കി പിന്നെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ആ രുദ്ര, എനിക്കൊരു കോള് മതി. നിൻ്റെ കുടുംബം ഞാൻ തീർക്കും. അത് കൊള്ളാലോ. എനിക്ക് സംസാരിച്ച സമയം കളയാൻ നേരമില്ല. ഇപ്പം തന്നെ നിൻ്റെ ബോഡി നല്ല വീക്കാണ് മാർട്ടിൻ. ഇനി നീ ഒച്ച എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ബ്ലഡ് കുറച്ച് അധികം പോകും. പിന്നെ നീ വേഗം തന്നെ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നീ ഇപ്പം മരിക്കണ്ട, കുറച്ച് നേരം ആസ്വദിച്ചിട്ടങ്ങ് മരിച്ചാൽ മതി. എന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ. രുദ്ര, നീയൊന്നും സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. നീയൊന്നും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല.
അത് കൊള്ളാലോ. ഞാൻ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇപ്പോൾ 2 കൊല്ലമാവുന്നു. ഇനി എനിക്ക് ജീവിക്കണം. സമാധാനത്തോടെ എൻ്റെ പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ എന്നെ ബോറടിപ്പിക്കുന്നില്ല. ഗുഡ് ബൈ ഫോർ എവർ. ഓ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ആൻഡ് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി ഉണ്ട്. യുനോ, നീ ചെയ്ത എല്ലാ നെറുകേടുകളും നിൻ്റെ മരണശേഷം വാർത്തയായിട്ട് വരും. നീ നെറുകേടുകൾ കൊണ്ട് പടുത്തുയർത്തിയ നിൻ്റെ കൊട്ടാരം അത് തകർന്നു വീഴും. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നീ അറിയപ്പെടാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് ക്രിമിനൽ ഇൻ കേരള ആയിട്ടാണ്. അപ്പോൾ ഹാപ്പി അല്ലേ? ബൈ ഫോർ എവർ. ഡാ റയാനെ, എന്താ അമ്മ, എന്തിനാ വിളിച്ചേ? എന്നൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. ഹാ നീ ആള് കൊള്ളാലോ. ടോയ്സ് കളിച്ചു കഴിഞ്ഞ് നിലത്തിട്ടിട്ട് ഇനി ഞാൻ എടുത്തു വെക്കണോ? ഇതൊക്കെ നിനക്ക് എടുത്തു വെക്കണോ എന്ന് അറിയത്തില്ലേ? ഇത്ര പ്രായമായില്ലേ? ഓ, രാവിലെ തന്നെ രണ്ടും കൂടി എന്തുവാ? അപ്പ നോക്ക്, 2 ടോയ് ആകെ നിലത്ത് കിടക്കുന്നു പറഞ്ഞിട്ടാ മമ്മി കിടന്ന് ഒച്ചപ്പാട് മൊത്തം എടുക്കുന്നേ. എന്താ സിമി ഇത്? നിനക്ക് എന്താ പറ്റിയേ? ആഹാ ഇത് കൊള്ളാലോ. ഇനി അച്ചായനും കൂടി തുടങ്ങാം. എൻ്റെ പൊന്നു സിമി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എങ്ങനെയായാലും എനിക്കൊന്നുമില്ല. എന്താ വെച്ചാൽ കാണിക്കാം, ഞാൻ പോവാ. റയാനെ, നീ റൂമിൽ പൊക്കോ. ശരി അപ്പ. സിമി, ഇങ്ങ് നോക്കിയേ. നിനക്ക് എന്താടി പറ്റിയേ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, ഭയങ്കര മൂഡ് ഔട്ടാ, ഭയങ്കര ഡള്ളുവാ. എന്താ കാര്യം? എനിക്കറിയില്ല അച്ചായ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുക. എനിക്കറിയാം എന്തൊക്കെയോ എനിക്ക് പറ്റുന്നുണ്ട്. പീരിയഡ്സ് ആയതിൻ്റെ ആണോ? അതിൻ്റെ ആണോ ദേഷ്യം? പീരിയഡ്സ് ഇന്ന് 27th അല്ലേ? 27th കഴിഞ്ഞിട്ട് 3 ദിവസമായി. നിങ്ങൾ വിട്ടേ. ഇവളിതെങ്ങോട്ടാ? ഹലോ, എടാ അഗസ്റ്റിനെ. ആ രുദ്ര. എടാ, സാറ പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാ. കൺഗ്രാറ്റ്സ് അളിയ. ഞാൻ സിമിനെയും കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് വരാടാ. ആ നീങ്ങുവാ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഓ, ദാ വരുന്നു. സിമി, എടി സിമി. എന്നാ അച്ചായ? എടി, നമ്മുടെ സാറ പ്രസവിച്ചു, ആൺകുട്ടി. ആഹാ, എന്നാ വാ നമുക്ക് പോവാം. നീ മോനെ കൂടി വിളി, നമുക്കങ്ങ് പോവാം. ആ അച്ചായ. രുദ്രേട്ടാ, എനിക്ക് ചെരുപ്പൊന്ന് ഇട്ടാരോ? ആ ദാ വരുന്നു. രുദ്രേട്ടാ, എന്നാടി, എന്നാ പറ്റി? പെട്ടെന്ന് വാട്ടർ ബ്രേക്ക് ആവുന്നു. ഈ സാറാ റോയ് കൊടക്കലിൻ്റെ ഹസ്ബൻഡ് ആരാ? സിസ്റ്റർ, ഞാനാ. പേഷ്യൻറ്റിന് നല്ല പേടി, ഒന്നകത്തേക്ക് വരണം. ഓക്കെ സാറാ. ഒന്നുമില്ലടി, ഞാൻ ഇല്ലേ, ഞാൻ ഉണ്ട്. രുദ്രേട്ട, എനിക്ക് പറ്റുന്നില്ല, നല്ല പെയിൻ. കൺഗ്രാജുലേഷൻസ്, ഇറ്റ്സ് എ ബോയ്. അച്ചായ, ഇതിപ്പോ എങ്ങോട്ടാ നമ്മൾ പോകണ്ടേ? എടി, നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം. ദേ അച്ചായ, രുദ്ര നിൽക്കുന്നു. എടാ രുദ്ര. എടാ, ഞാൻ നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. നീ എന്നാടാ വന്നിട്ട് എന്നെ വിളിക്കാഞ്ഞേ? ഓ, നിനക്ക് തിരക്കല്ലേ, ഞാൻ വിചാരിച്ചു റിസപ്ഷനിൽ ചോദിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന്. ആ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നീ വിളിച്ചപ്പോൾ തൊട്ട് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ആ, അപ്പം സാറയുടെ കൂടെ ആരുമില്ലേ? സാറയുടെ കൂടെ എൻ്റെ അമ്മച്ചുണ്ട്. അതല്ലേ ധൈര്യത്തിൽ ഞാനിങ്ങ് വന്ന്. ഓ, അല്ലടാ, അപ്പച്ചൻ വന്നില്ലേ? ഇല്ലടാ, വന്നിട്ടില്ല പുള്ളി. വരുമായിരിക്കും. ഓയ് റയാൻകുട്ടാ. ടൈഗോങ്ങൾക്ക് സുഖമല്ലേ? പിന്നെ പരമസുഖമല്ലേ? നിന്റെ അനിയൻകുട്ടൻ വന്നല്ലോ. അതെ അതെ, എന്റെ അനിയൻ വന്നു. എവിടെ? എനിക്ക് കാണിച്ചു തന്നില്ല ആരും. നമ്മൾ പോകുമല്ലേടാ കുട്ട കാണാൻ. അതെ അതെ. സിമിയേട്ടത്തിക്ക് സുഖമല്ലേ?
നിന്റെ ചേട്ടൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്? നല്ല സുഖമാണ്. അത് കാണാനും ഉണ്ട്. എന്താടാ നീ എനിക്കിട്ട് തന്നെ താങ്ങണേ. എൻ്റെ അളിയ ഇവിടെ സംസാരിച്ചിരിക്കാണ്ട് വാ, നമുക്ക് കൊച്ചിനെ കാണണ്ടേ. വാ. ഹാ, സിനിയേട്ടത്തി, അഗസ്റ്റിച്ച, റയാൻകുട്ട എല്ലാവരും ഉണ്ടല്ലോ. സാറ മമ്മി വാവെന്തേ? ആഹാ, എൻ്റെ റയാൻകുട്ടനെ ഞാൻ മിസ് ചെയ്തടാ ഒരുപാട്. ഇങ്ങ് വായോ, കാണിച്ചു തരാവേ. അയ്യോ എന്നാ സോഫ്റ്റാ, പഞ്ഞി പോലെ ഇരിക്കുന്നേ. സാറാ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേടി? എന്ത് കുഴപ്പമേട്ടത്തി? ഒരു കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ഓൾറൈറ്റാ. എൻ്റെ ഏട്ടത്തി, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്നാ രുദ്ര? ഇവക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് നേഴ്സ് പിടിച്ച് എന്നകത്ത് കയറ്റി. അയ്യോ, ഈ രുദ്രേട്ടൻ. എന്നിട്ടാണേലോ എനിക്ക് കയ്യും കാലും വിറച്ചിട്ട് വയ്യ അവിടെ നിന്നിട്ട്. എടാ മോനെ, ഇനി നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എടാ, ഇനിയാണ് നിന്റെ ഉറക്കമില്ലാത്ത രാത്രി അങ്ങ് തുടങ്ങാൻ പോകുന്നത്. അളിയാ, ശവത്തി കുത്തല്ലേടേ. മോളെ സിമി, എന്നാ അമ്മച്ചി? എന്നാടി നിനക്കൊരു ക്ഷീണം പോലെ? അതൊന്നുമില്ല അമ്മച്ചി. എടി, ആരോടാ നീ കള്ളം പറയുന്നേ? അത് പിന്നെ അമ്മച്ചി, അഗസ്റ്റിനെ പണി പറ്റിച്ചല്ലോടാ. ഈശോയെ, ഇതപ്പോ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മനുഷ്യ. ആഹാ അളിയ, കൺഗ്രാജുലേഷൻസ്. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ? എങ്ങനെയായാലും ഈ സിറ്റുവേഷനിൽ ബെസ്റ്റാ വെച്ച. താങ്ക്സ് ഡാ. എടാ രുദ്ര, ഇവൾ കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. എടാ, റെസീറ്റിങ് ഇതാ, ഞാൻ പോവാം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എന്നാ ഒരുമിച്ച് പോവാ. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. രണ്ടുകൂടി ചെല്ല്. എന്നാലും എൻ്റെ അളിയ, നീ ഇത് നോക്കിക്കേ, പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത്ര മരുന്ന് കഴിക്കണോ? ആടളിയ, അവരുടെയൊക്കെ ഒരു അവസ്ഥയെ. അതെ അതെ, ഒരു പെണ്ണിനെ അതിൻ്റെ വിഷമമൊക്കെ മനസ്സിലാകത്തുള്ളൂ. ശരിയാടാ, നമ്മുടെ അമ്മമാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ നമ്മളെ വളർത്തിയ. അതെ, ജനിപ്പിച്ചാൽ മാത്രം തന്തയും തള്ളയാവുമൊന്നുമില്ലടാ, വളർത്തിയാലും നല്ലൊരു തന്തയും തള്ളയാവാൻ പറ്റും. നീ വാ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേഡിയൻ കമ്പനിയുടെ സിഇഒ ആയ മാർട്ടിൻ ലിയോ ആൽബർട്ട് ഇന്നലെ രാത്രിയിൽ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം പോലീസ് കണ്ടെത്തി. കൊല്ലത്തെ ഗസ്റ്റ് ഹൗസിൽ വച്ചാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ് മരണകാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ എന്ന് പോലീസ്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചാവേണ്ടത് തന്നെയാ. ഇവൻ ഇത്ര നാറിയായിരുന്നോ? എന്തോരം പെമ്പിള്ളാരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവല്ലേ ഈ നാറിയൊക്കെ ചത്തു കഴിഞ്ഞപ്പോ. നന്നായി ചത്തത്. അളിയ, പക്ഷെ ഇത് എന്നാലും എങ്ങനെ? ആടാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ജസ്റ്റിൻ സാർ, എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് സാർ. സാറിൻ്റെ മോള് പ്രസവിച്ചു. ആൺകുട്ടിയായിരിക്കും അല്ലേ? അതെ. ഗുഡ്. ടേക്ക് ദ കാർ. Come and get me close. You are my light. Don't fail. ഈ മരുന്നും കുപ്പിക്കൊക്കെ എന്നാ വെയിറ്റ് ആടാ. ശരിയാ അളിയ. അതെ, അപ്പച്ചൻ. അപ്പച്ചനിതപ്പോ ഒന്ന് കുറച്ചു നേരമായി. അപ്പച്ചനെ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തരാം. വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വന്നേ. അളിയ, എന്താണ്? എനിക്കറിയില്ല, നീ വാ. എന്താ അപ്പച്ച? ചെയ്തു പോയ തെറ്റുകൾക്ക് എത്രത്തോളം പ്രായശ്ചിത്തം ചെയ്താലും അതൊന്നും ഒരു പരിഹാരമാവില്ല. പക്ഷേ ഇനി എൻ്റെ മക്കള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരില്ല. പിന്നെ എല്ലാം ഒരു ദുസ്വപ്നമായിട്ട് എടുത്താൽ മതി. പറയാൻ എളുപ്പമാണ് എന്നെനിക്കറിയാം, എന്നാലും ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുവാണ്. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മരം വെട്ടുകാരൻ തൻ്റെ മഴുകൊണ്ട് 10-200 മരങ്ങൾ ഒറ്റയടിക്ക് വെട്ടിയെന്ന് വിചാരിക്കുക. ആ മരം വെട്ടുകാരൻ എത്ര മരങ്ങൾ വെട്ടിയെന്ന് മറന്നു പോകും. പക്ഷേ ആ മരങ്ങൾ ഒരിക്കലും മറക്കില്ല ആരാ തന്നെ വെട്ടിയതെന്ന്. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും.
The axe will forget, but the tree will not.